Sri Narayana Guru University undergraduate program English language and literature fourth semester discipline core course Indian writing in English. അതിൻ്റെ ഒന്നാമത്തെ ബ്ലോക്ക് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി. അതിലെ ഫസ്റ്റ് യൂണിറ്റ് ബ്രീഫ് ഹിസ്റ്ററിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് കൊളോണിയൽ എൻകൗണ്ടർ, കോളനിവൽക്കരണത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ചരിത്ര സാഹചര്യം. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു സാഹിത്യ മേഖല ഉയർന്നു വരാനുണ്ടായ ചരിത്ര സാഹചര്യം ചുരുക്കി വിവരിക്കുകയാണ് ഈ അധ്യായത്തിൽ ചെയ്യുന്നത്. ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ആഗോള അംഗീകാരം നേടിയ ഒരു സാഹിത്യ മേഖലയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ബുക്കർ പ്രൈസ്, മാൻ ബുക്കർ പ്രൈസ് തുടങ്ങിയ ഒരുപാട് അവാർഡുകൾ ഈ മേഖലയിൽ നേടിയിട്ടുണ്ട്. ആദ്യമായിട്ട് മാൻ ബുക്കർ പ്രൈസ് നേടിയത് VS നൈപ്പാളാണ്. തുടർന്ന് സൽമാൻ റുഷ്ദി, അരുന്ധതി റോയ് തുടങ്ങിയ ഒരുപാട് ആളുകൾ ഈ അവാർഡ് നേടിയിട്ടുണ്ട്. അതുപോലെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ഗീതാഞ്ജലി ശ്രീയാണ്. തൻ്റെ ടംബ് ഓഫ് സാൻഡ് എന്ന് പറയുന്ന നോവലിലാണ് അവർ നേടിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊളോണിയലിസത്തോടുള്ള ഇന്ത്യക്കാരുടെ പോരാട്ടത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്. എങ്ങനെയാണ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ഉയർന്നു വന്നത്, ഇംഗ്ലീഷ് ഭാഷ എങ്ങനെയാണ് ഇന്ത്യയിൽ പ്രചരിച്ചത്, ഇത്രത്തോളം ഒരു സാഹിത്യ മേഖല തന്നെ ഉയർന്നു വരാൻ കാരണമാകും വിധത്തിൽ ഇംഗ്ലീഷ് ഭാഷ ഇന്ത്യയിൽ പ്രചരിച്ചത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിലാദ്യമായിട്ട് പരാമർശിക്കേണ്ടത് മാക്വെല്ലിയുടെ മിനിറ്റ്സാണ്. 1813 ചാർട്ടർ ആക്ട്, അതാണ് യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് ഇന്ത്യക്കാരെ കുറിച്ചുള്ള ചിന്ത ആദ്യമായിട്ടുണ്ടായത്. അതുപോലെ തന്നെ ആ ചാർട്ടിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 100,000-ഓളം രൂപ ഇന്ത്യക്കാരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെച്ചു. 1834 ജനറൽ കമ്മിറ്റി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ്റെ പ്രസിഡൻ്റായിട്ട് മാക്വെല്ലി കടന്നു വരുന്നത്. അങ്ങനെ അദ്ദേഹം 1835 തൻ്റെ മിനിറ്റ്സ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുകയുണ്ടായി. ആ മിനിറ്റ്സിൽ അദ്ദേഹം ഊന്നിപ്പറയുന്ന വിഷയം തദ്ദേശീയരായ ആളുകളെ, ഇന്ത്യക്കാരെ ഇംഗ്ലീഷ് പണ്ഡിതന്മാരാക്കി മാറ്റേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. അങ്ങനെ 1835 ഗവർണർ ജനറൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയുണ്ടായി. അതിലെ ആ ഒരു ദിവസത്തെ ഇന്ത്യൻ ചരിത്രകാരന്മാരെ വിളിക്കുന്ന റെഡ് ലെറ്റർ ഡേ എന്നാണ്. എന്തായിരുന്നു ആ റെസൊല്യൂഷൻ? അതിൽ ഊന്നിപ്പറയുന്ന വിഷയം സയൻസ്, ശാസ്ത്രം, അതുപോലെ തന്നെ ഇംഗ്ലീഷ് സാഹിത്യം, ഇതൊക്കെ ഇന്ത്യക്കാർക്കിടയിൽ, തദ്ദേശീയർക്കിടയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിനെക്കുറിച്ചാണ് അതിൽ പറയും. 1854 ചാൾസ് വുഡ്സിൻ്റെ അദ്ദേഹത്തിൻ്റെ ഡിസ്പാച്ച് ഉണ്ടായി. അതിൽ അദ്ദേഹം ഊന്നി പറയുന്ന വിഷയം പ്രാദേശിക ഭാഷ, നാറ്റീവ്സിനെ, തദ്ദേശീയരായ ആളുകളെ അഭ്യസിപ്പിക്കുന്നതിൽ പ്രാദേശിക ഭാഷ ഉപയോഗിക്കുകയും അതുപോലെ ഇംഗ്ലീഷ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുകയും ചെയ്യണമെന്നാണ്. ഈ ഒരു ഡിസ്പാച്ചാണ് കൽക്കട്ട, ബോംബെ, മദ്രാസ് യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ചു. അടുത്തായിട്ട് നമുക്ക് പറയാൻ പോകുന്നത് നാറ്റിവൈസേഷൻ ഓഫ് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ഭാഷ പ്രാദേശികവൽക്കരിക്കപ്പെട്ട സാഹചര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കൊളോണിയലിസത്തിനെതിരെയുള്ള പോരാട്ടം ഇംഗ്ലീഷ് ഭാഷയെ പ്രാദേശികവൽക്കരിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ സ്വദേശിവൽക്കരിക്കുന്നതിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. ഒരുപാട് മിഷൻ സ്കൂൾസുകൾ അന്ന് ആരംഭിക്കുകയുണ്ടായി. മിഷൻ സ്കൂൾസുകൾ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിറ്റിയെ പ്രചരിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ആരംഭിച്ച സ്കൂളുകൾക്കാണ് മിഷൻ സ്കൂൾസുകൾ എന്ന് പറയുന്നത്. ഇതിനെ ഇമ്പീരിയലിസ്റ്റുകൾ, സാമ്രാജ്യത്വ ശക്തികൾ സപ്പോർട്ട് ചെയ്യുകയുണ്ടായി. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇതിനെ സപ്പോർട്ട് ചെയ്യുകയുണ്ടായി. കാരണം അവരുടെ ഭരണം നിലനിർത്താൻ വേണ്ടി ഇത് ഏറെ സഹായകമായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻ്റലിജൻസിയ എന്ന് പറഞ്ഞാൽ ഹൈലി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ, ഇന്ത്യയിലെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ വലിയ ഇംഗ്ലീഷ് വിദ്യാസമ്പന്നനാകുവാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ്. അതിൽ പ്രധാനിയാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ സപ്പോർട്ട് ചെയ്തിരുന്നു. 1823 അദ്ദേഹം ഗവർണർ ജനറൽക്കൊരു കത്തെഴുതുകയുണ്ടായി. ആ കത്തിൽ
ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം വാദിക്കുകയും അതുപോലെ തന്നെ അന്ന് തുടങ്ങാൻ പദ്ധതിയിട്ടിരുന്ന സംസ്കൃത കോളേജ് നിർത്തലാക്കണമെന്നും അത് തുടങ്ങുന്നതിനെ പറ്റിയുള്ള തൻ്റെ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ടുള്ളതായിരുന്നു ആ കത്ത്. അദ്ദേഹം രാജാറാം മോഹൻ റായ് ഒരുപാട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്ഥാപനങ്ങൾ ആരംഭിക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടതാണ് യൂറോപ്യൻ ലേണിംഗ് ആൻഡ് സയൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരു സംഘടന അസോസിയേഷൻ രൂപീകരിച്ചു 1816. അതുപോലെ തന്നെ കൽക്കട്ടയിൽ 1817 ഹിന്ദി കോളേജ് സ്ഥാപിച്ചു. അതുപോലെ തന്നെ 1817 സുരിപ്പറയിൽ അദ്ദേഹം ഒരു ബോയ്സിന് വേണ്ടി ഒരു സ്കൂൾ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സ്കൂൾ ഫോർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഓഫ് ദ ബോയ്സ് സ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ആംഗ്ലോ ഹിന്ദു സ്കൂൾ 1822 സ്ഥാപിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ എസ്സേ എ ഡിഫൻസ് ഓഫ് ഹിന്ദുത്വം എന്ന് പറയുന്ന 1817 എഴുതിയ എസ്സേ ആണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ആദ്യത്തെ പബ്ലിക്കേഷനായിട്ട് പരിഗണിക്കപ്പെടും. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ശില്പികളിൽ ഒരാളായിട്ടാണ് രാജാറാം മോഹൻ റായിയെ പരിഗണിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ബ്രഹ്മസമാജ് സ്ഥാപിക്കേണ്ട 1828. അതുപോലെ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് വിമൻ, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയും അബോളിഷ്മെൻറ്റ് ഓഫ് സതി ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയും അദ്ദേഹം വലിയ പരിശ്രമങ്ങൾ നടത്തി. അതുപോലെ മറ്റൊരു വ്യക്തിത്വമാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ഒരുപാട് ബ്രിട്ടീഷ് ഇംഗ്ലണ്ടിൽ പോയി വിദ്യാഭ്യസിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് യൂറോപ്യൻ പര്യടനങ്ങൾ നടത്തുകയും ചെയ്ത വ്യക്തിത്വമാണ്. അതൊക്കെ അദ്ദേഹത്തെ വലിയ രീതിയിലുള്ള ഇംഗ്ലീഷ് എഴുത്തുകാരനും പ്രഭാഷകനുമൊക്കെ മാറ്റുകയുണ്ടായി. അതുപോലെ ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ട മറ്റൊരു മേഖല പാർട്ടീഷൻ ലിറ്ററേച്ചറാണ്. പാർട്ടീഷൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇന്ത്യയെ പാകിസ്ഥാനും ഇന്ത്യയുമായി വിഭജിക്കുകയുണ്ടായി. അതിൻ്റെ ഓർമ്മകളെയും അതിൻ്റെ ആഘാതത്തെയും അതിൻ്റെ പരിണിത ഫലങ്ങളെയൊക്കെ കുറിച്ച് അതിനെയൊക്കെ തീമുകളാക്കിയിട്ട് എഴുതപ്പെട്ട രചനകളെയാണ് പാർട്ടീഷൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കൃതിയാണ് ബെൻഡിങ് ദ ഗാങ്സ്, മനോഹർ മാൽഗോങ്കർ എഴുതിയ കൃതി. അതുപോലെ തന്നെ മറ്റൊന്നാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ, ഖുശ്വന്ത് സിംഗ് എഴുതിയ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന കൃതി. ഇനി അടുത്തതായി നമുക്ക് പരാമർശിക്കാനുള്ളത് എമർജൻസിയാണ്. 25/6/1975 ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ. ആ കാലഘട്ടത്തിൽ ആ കാലത്തെ ഡെമോക്രസി പ്രഖ്യാപിച്ച സമയത്ത് കുറച്ചു കാലത്തേക്ക് ഡെമോക്രസി സ്തംഭിക്കപ്പെടുകയുണ്ടായി. അതിനെക്കുറിച്ച് ആ സമയത്തെ ഭീകരതയെക്കുറിച്ച് ഒരുപാട് കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയാണ് മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ, സൽമാൻ റുഷ്ദി എഴുതിയ മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ മറ്റൊരു വിഷയം പരാമർശിക്കാനുള്ള പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറാണ്. കോളനിവൽക്കരണമൊക്കെ ബ്രിട്ടീഷുകാരൊക്കെ ഇന്ത്യ വിട്ടതിന് ശേഷം ഇന്ത്യയിലുണ്ടായ രചനകളും അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനെ നമ്മൾ ഇത്തരം രചനകളെയാണ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ആ രാജ്യം ഇമ്പീരിയലിസ്റ്റുകളുടെ, അതായത് സാമ്രാജ്യത്വ ശക്തികളുടെ ക്രൂരതയ്ക്കിടയിൽ അല്ലെങ്കിൽ ക്രൂരതകളിൽ അടിച്ചമർത്തപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്തതിനെക്കുറിച്ച് അതിന് തീമുകളായിട്ട് രചിക്കപ്പെട്ട കൃതികളാണ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് കടന്നു വരുന്ന എഴുത്തുകാർ R.K. നാരായൺ, അതുപോലെ മുൽക്കിരാജ് ആനന്ദ്, രാജ്റാവു തുടങ്ങിയ ആളുകളാണ്. അടുത്തായി നമുക്ക് ഇവിടെ പറയേണ്ടത് ഇന്ത്യൻ ഫെമിനിസ്റ്റ് തോട്ടാണ്. ആഗോളതലത്തിൽ നടന്ന സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള സ്ത്രീകൾ സംഘടിക്കാൻ തുടങ്ങിയ അതിൻ്റെ ഒരു പ്രതിധ്വനി ഇന്ത്യയിലും ഉണ്ടായി എന്നതാണ്. അതിൽ പ്രധാനമായിട്ടും വിഷയമായിട്ട് വരുന്നത് പാട്രിയാർക്കി, പുരുഷാധിപത്യം, അതുപോലെ തന്നെ സബ്ജുഗേഷൻ, അടിച്ചമർത്തലുകൾ, ഇനീക്വാളിറ്റി, അസമത്വം, വയലൻസ്, അക്രമങ്ങൾ, അതുപോലെ തന്നെ കാസ്റ്റ് വയലൻസ്, അതുപോലെ ജാതീയമായ അതിക്രമങ്ങൾ, സ്ത്രീകൾക്കെതിരെ നടന്ന ഇത്തരം വിഷയങ്ങളൊക്കെ എഴുത്തുകളിലെ തീമുകളായിട്ട് വരുന്നതാണ്. ശരിക്കും ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ എന്നും പറയാവുന്നതാണ്. ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ കവിത എഴുതിയത് ടൊറു ദത്താണ്. ഇന്ത്യയിൽ ഒരു ഇന്ത്യക്കാരി ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ കവിത എഴുതിയത് ടൊറു ദത്താണ്. അടുത്തതായിട്ട് ദളിത് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് ദളിത് വിഭാഗത്തെ, ഇവിടെ ഇന്ത്യയിൽ അടിച്ചമർത്തപ്പെട്ടിരുന്ന താഴ്ന്ന ജാതിക്കാരായി പരിഗണിക്കപ്പെടുകയും അവരെ എല്ലാ നിലക്കും അടിച്ചമർത്തുകയും ചെയ്തിരുന്ന അതിനെക്കുറിച്ച് അവരെ തന്നെ ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും
അവരങ്ങനെ അടിമകളായി ജീവിക്കേണ്ടവരല്ല എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാൻ വേണ്ടി ഒരുപാട് രചനകൾ നടന്നു. അതിനെയാണ് നമ്മൾ ദളിത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ദളിത് കോൺഷ്യസ്നസിൻ്റെ ഒരു ഭാഗമാണ് സത്യത്തിൽ ദളിത് ലിറ്ററേച്ചർ. അതിൽ പ്രധാനമായിട്ടും കടന്നു വരുന്ന എഴുത്തുകാർ അംബേദ്കർ, ഭാമ, മനോജൻ ഭൈപ്യാരി തുടങ്ങിയവരാണ്. അവസാനമായിട്ട് നമുക്ക് പറയാൻ ഡയസ്പൊറ ലിറ്ററേച്ചറാണ്. ഡയസ്പൊറ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് തൻ്റെ സ്വന്തം നാട്ടിൽ നിന്നും വിദേശ നാടുകളിൽ ചെന്ന് താമസിക്കുകയും അവിടെ നിന്ന് തൻ്റെ നാടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കി രചനകൾ നടത്തുകയും ചെയ്യുന്നതിനെയാണ്, അത്ര ലിറ്ററേച്ചറുകളെയാണ് ഡയസ്പൊറ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികളെ അകന്ന് തൻ്റെ നാട്ടിൽ നിന്നും മറ്റു നാടുകളിൽ ചെന്ന് താമസിച്ച് സ്വന്തം നാടിനെക്കുറിച്ച് ചിന്തകൾ അയവിറക്കുന്ന ഇത്തരം എഴുത്തുകാർ, ഇത്തരം ആളുകളെ V.S. നൈപ്പോൾ വിളിച്ചത് പെരിഫറൽ മാൻ എന്നാണ്. ഈ മേഖലയിൽ ഡയസ്പൊറ ലിറ്ററേച്ചറിൽ രചനകൾ നടത്തിയ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് V.S. നൈപ്പോൾ, അതുപോലെ തന്നെ ഝുംപ ലാഹിരി തുടങ്ങിയവർ. ഇതോടുകൂടി ഈ അധ്യായം, ഈ യൂണിറ്റ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.